ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ എത്രയോ വലുതാണ്. പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ നിമിഷങ്ങളും ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുകൂടി നമ്മൾക്ക് ഈ പ്രയർ ലൈൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ അനീഷ്, അതുപോലെ തന്നെ എൻ്റെ സഹോദരനും എൻ്റെ അടുത്ത സുഹൃത്തുമായിരിക്കുന്ന റജി കോശി ബ്രദർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പാസ്റ്റർ അനീഷ് പറഞ്ഞ ഒരു വാചകത്തെ തൊട്ടുകൊണ്ട് തന്നെ ഞാൻ വചനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായി നടക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഓരോ നിമിഷങ്ങളും ദൈവം നമുക്ക് നൽകുന്നത്. ആ ബോധ്യം നമ്മളിലേക്ക് വരുമ്പോൾ അവിചാരിതമല്ല നമ്മുടെ ജീവിതത്തിൽ, പിന്നെയോ അതെല്ലാം ദൈവ തീരുമാനങ്ങളാണ്. എന്ത് സംഭവിച്ചാലും ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, അതിൻ്റെ ആദ്യ വാക്കാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 9 വേഴ്സ് 1. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. മുഴുവൻ സാഹചര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ദൈവശാസ്ത്ര ഇത് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ജീവശാസ്ത്ര, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വളരെ വ്യക്തമായി യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ ശക്തി എന്താണെന്നും യേശുക്രിസ്തുവിന്റെ പ്രവർത്തന ശൈലി എന്താണെന്നും യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണെന്നും വളരെ വ്യക്തമായി ചരിത്രത്തിന്റെ താളുകളിലൂടെ കടന്നുപോയി തന്നെ അനുദിന ജീവിതത്തിന്റെ ഭാവങ്ങളിലൂടെ വരച്ചു കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിലൊക്കെ വളരെ കൃത്യമായി യേശുക്രിസ്തു തൻ്റെ ഇടത്തോടെ നിന്ന് പറയുന്ന പരീശന്മാരുടെയും യഹൂദന്മാരെയും വെല്ലുവിളിച്ചു കൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഞാൻ എവിടേക്ക് പോകുന്നു എന്നും എനിക്കറിയാം. എന്നിൽ വിശ്വസിക്കാത്തവൻ, അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാത്തവൻ പാപത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപ സാഹചര്യം എന്താണെന്ന് വരെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായി വിശദീകരിക്കേണ്ട ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ഇവിടെ ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന ശൈലി, യേശുക്രിസ്തുവിന്റെ കരുണ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ ആത്മീക തൻ്റെ ഇടം, ഇത് മുഴുവൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഈ അധ്യായം നമ്മൾ വായിച്ചു വെക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നുകൂടെ ക്രിസ്തുവിനെ സ്നേഹിച്ചു പോവുകയാണ്. അവിടെ ഫസ്റ്റ് പറയുന്ന വാചകം ഇതാണ്: അവൻ കടന്നു പോകുമ്പോൾ. എന്നെ ഒരുപാട് ഞാൻ അച്ഛനായിരുന്നപ്പോൾ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിന്റെ അംശവസ്ത്രങ്ങളൊക്കെ വിട്ട് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരുടെയും സ്വാധീനമല്ല, ഒരു മനുഷ്യന്റെയും സ്വാധീനമല്ല, ഈ വചനത്തിന്റെ സ്വാധീനമാണ് എന്നെ പിടിച്ചു കുലുക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ സന്ധ്യയുമായിരിക്കുന്ന സമയത്ത് ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് മനസ്സിന്റെ ഉള്ളിൽ ഈ ക്രിസ്തുവിന്റെ അവബോധം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരാധിക്കാതിരിക്കാനൊക്കത്തില്ല, നമുക്ക് ഈ ക്രിസ്തുവിനെ പിന്തുടരാതിരിക്കാനൊക്കത്തില്ല. നെഞ്ചിന്റെ ഉള്ളില് ഒരു എരിച്ചില് പോലെ ഈ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടാൻ തുടങ്ങും. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്.
ഈ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ രുചിച്ച് അറിഞ്ഞ് ഇറങ്ങുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തിലെ എന്തെല്ലാം കിട്ടിയാലും സംതൃപ്തനല്ല. അപ്പോൾ നമ്മളിൽ ക്രിസ്തു എന്ന ഒരു അവബോധത്തിലേക്ക് വളരുവാൻ, എനിക്ക് ക്രിസ്തു ക്രിസ്തു നമ്മൾ എന്തു പറഞ്ഞാലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു 200 പ്രസംഗങ്ങൾ ഒരുമിച്ച് കേട്ടാൽ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ക്രിസ്തുവിനെ കുറിച്ചേ ഉള്ളൂ. ഞാൻ ഒരു ഭൗതിക നേട്ടങ്ങളെ കുറിച്ചും പറയാറുണ്ട്. ക്രിസ്തുവിൽ എത്തുന്നവന് ക്രിസ്തു കൊടുക്കുന്നതാണ് ഭൗതിക നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു ദൈവമാണ്. അതാണ് നമ്മൾ ഇതിലൂടെ കാണാൻ പോകുന്നത്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ കടന്നു പോകുമ്പോൾ. അപ്പൊ എന്നെ സ്വാധീനിച്ച വചനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം കാര്യങ്ങളൊന്നും പൊടിപ്പും തൊങ്കലും വെച്ച് പറയാനില്ല. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ കണ്ടു. ഞാനൊരു പുരോഹിതനായിരുന്നു. ഞാനൊരു കത്തോലിക്ക സഭയിലെ അംഗമായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു. 16-17 വർഷം ഞാൻ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അത് വളരെ പ്രസിദ്ധമായ രീതിയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ഗുരുവായി നായിക്കപ്പറമ്പച്ചനും പനക്കലച്ചനും എല്ലാം കൂടെ ഒരുമിച്ച് പ്രസിദ്ധരായവരുടെ കൂടെ നടന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ കാര്യമല്ല. നമ്മൾ പറയുന്നത് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്തു, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യമല്ല. നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തു എന്ന ആ വലിയ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വസിക്കണം. ദാറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ പവർ. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. അപ്പോ ഇവിടെ നമ്മളെ രൂപീകരിക്കുന്ന, നമ്മളെ തിരുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ് യേശുക്രിസ്തു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ആത്മീയതയുടെ പേക്കോലങ്ങൾ എന്നൊക്കെ പറയാം. നമുക്ക് സങ്കടം വരില്ലേ പ്രിയപ്പെട്ടവരെ? എത്രയോ പേര് ചോദിക്കുന്നു, ഇതാണോ ക്രിസ്തു? എന്നോട് പലരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാരെ ചോദിക്കുന്നു, ബിഷപ്പ് ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നു, എൻ്റെ തടത്തിലെ ഇത് കണ്ടിട്ടാണോ, ഈ പേക്കോലങ്ങളുടെ പിന്നാലെയാണോ നീ പോയത്? കാരണം എന്താണ്? അവര് കാണുന്നത് മുഴുവൻ പേക്കോലങ്ങളാണ്. അവര് കാണുന്നത് മുഴുവൻ എന്തൊക്കെയോ പൈശാചിക ഭാവങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹത്തെയാണ്. പെന്തക്കോസ്തൽ സമൂഹത്തെ അല്ല ഞാൻ പറയുന്നത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആത്മീയത, ഒരു ഫോസിൽ സ്പിരിച്വാലിറ്റി ഇന്ന് ഈ ലോകത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ക്രിസ്തു ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്, അതിൽ ദൈവസാന്നിധ്യം ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പരാജിതരായല്ലോ എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയും, അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെയുള്ള ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടാൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ പറഞ്ഞിട്ടല്ല നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം യേശുക്രിസ്തു അങ്ങ് നടത്തി തരുക. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയൊരു ലിസ്റ്റ് ഈ യേശുക്രിസ്തുവിന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്താൽ ആ ലിസ്റ്റിൽ ടിക്കറ്റ് ഓരോന്നും നടത്തി തരുന്ന ക്രിസ്തുവാണെന്ന്. ആരാ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? ഇത് നമ്മൾക്കൊരൊറ്റ കടമയേ ഉള്ളൂ. The only one responsibility up to me. I want to deeply related to my Jesus. എൻ്റെ ക്രിസ്തുവുമായി ആഴമായൊരു ബന്ധം സ്ഥാപിച്ച് അവനെ അനുസരിച്ച് അവന്റെ പിന്നാലെ നടന്ന് അവനെ എൻ്റെ ഉള്ളിൽ കുടിയിരുത്തി ഞാൻ നടക്കുമ്പോഴാണ് ഞാനൊരു അത്ഭുതമാകുന്നു, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു, എൻ്റെ ജീവിതം സ്വസ്ഥമാകുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. യേശുക്രിസ്തുവിന് ഈ ലോകത്തില് തന്നിട്ട് പോകാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ സമാധാനം. അപ്പം ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്തുവിനെ ഉള്ളിന്റെ ഉള്ളിൽ സ്വീകരിച്ചു കൊണ്ട് നടക്കണം. ബാക്കിയെല്ലാം അങ്ങ് വിട്. നമുക്ക് രോഗങ്ങളുണ്ട്. ഇപ്പോ ഞാൻ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിൽ എൻ്റെ ക്രിസ്തു ഉള്ളിടത്തോളം രോഗം വന്നാലും എന്തു വന്നാലും എനിക്കതിൽ ഭയമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? ഈ ക്രിസ്തു സാന്നിധ്യം നമ്മൾ ഇല്ലാത്തതുകൊണ്ടാണ് ഭയക്കുന്നത്. അയ്യോ, അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ സംഭവിക്കും, ഇങ്ങനെ വന്നാൽ എങ്ങനെ വരും? ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യമാണെന്ന്. ഒറ്റ കാര്യമേ ഉള്ളൂ,
എന്റെ പൊന്നു തമ്പുരാനെ, നീയാണ് എന്നെ വിളിച്ചതെങ്കിൽ നിന്റെ പിന്നാലെ ഞാനുണ്ട്, നീ എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, മരണമോ വരട്ടെ, കപ്പൽ ഛേദമോ വരട്ടെ, ഐ എം റെഡി ടു ഫേസ് ഇറ്റ് ബിക്കോസ് മൈ ജീസസ് വിത്തിൻ മീ. ഈ ഒരു ആത്മീയതയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അതിന് പകരം നമ്മൾ പഠിപ്പിക്കുന്നത് എന്തുവാ? ഒരു ഞായറാഴ്ച, അത് എല്ലാമെന്ന് ഞാൻ പറയുകയല്ല കേട്ടോ, ഒരു ഒരു എങ്ങനെയോ ഒരു കോമൺ ഫാക്റ്റായി അത് വരുന്നു എന്ന അപകടമാണ്. ഈ ക്രിസ്തുവിനെ കാണാതെ പോകുന്നു, ക്രിസ്തുവിന്റെ പ്രവൃത്തി അറിയാതെ പോകുന്നു. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത്? ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് ആരാധനയ്ക്ക് പോകുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളതിന്, ഐ വാണ്ട് ടു സീ മൈ ജീസസ് ക്രൈസ്റ്റ്, ഐ വാണ്ട് ടു വർഷിപ്പ് വിത്ത് മൈ ജീസസ് ക്രൈസ്റ്റ്. എന്റെ ക്രിസ്തുവിനോടൊപ്പം ആരാധിക്കാൻ ഞാൻ പോകുന്നുവെന്ന് ആരെങ്കിലും പറയുന്നു? ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ അച്ഛനായിരുന്ന സമയത്ത്, എൻ്റെ തുടക്ക സമയത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഈ പള്ളിയില് ഡാൽഡായും എണ്ണ, അതായത് പഞ്ചസാര, ഇതെല്ലാം പാക്കറ്റ് എടുത്ത് വിതരണം ചെയ്യുമായിരുന്നു. അപ്പം വികാരി അച്ഛൻ എന്ന നിലയ്ക്ക് അത് പള്ളിയിൽ അനൗൺസ് ചെയ്യും, പോകുന്നവരോടൊക്കെ പറയുന്നത് കൊണ്ട് വന്ന് മേടിച്ചോണേ എന്ന് പറയും. അപ്പൊ ഇത് കൊടുക്കുന്ന ദിവസം ഭയങ്കര തിരക്കാണ് അങ്ങോട്ട്. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, പരസ്പരം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? പള്ളിയിൽ പോവാണ്. അപ്പൊ പള്ളിയിൽ പോവാണ് എന്നാ അവിടെ കമ്പിളിപ്പതപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. അത് നീലഗിരി ഏരിയയിലൊക്കെയാണ് ഈ പാവങ്ങളുടെ ഇടയ്ക്ക് വിതരണം ചെയ്യുന്നത്. അപ്പം അരി കിട്ടും, ഗോതമ്പ് കിട്ടും, ഇതിനു വേണ്ടി പോവുകയാണ്. ആരെങ്കിലും, ഞാൻ അന്നു മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഞാൻ പള്ളിയിൽ പോകുന്നത്, പള്ളിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു, എന്നാൽ ഞാൻ ക്രിസ്തുവിനെ കാണാനാണ് പോകുന്നതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? ഈ ഡാൽഡയും ഇതൊന്നും നമ്മൾ വിതരണം ചെയ്യുന്നില്ലെങ്കിലും, പള്ളിയിലെ പ്രത്യക്ഷമായി നമ്മുടെ ചർച്ചകളിൽ വിതരണം ചെയ്യുന്നില്ലെങ്കിലും, നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധനം ഇൻഡിറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, നീ വന്നാൽ ഇത് കിട്ടും, നീ വന്നാൽ ഇത് കിട്ടും. അപ്പം 10 പേര് എക്സ്ട്രാ വന്നു. എന്തിനാ വന്നത്? എന്തിനാ വന്നത്? അനുഗ്രഹം മേടിച്ചോണ്ട് പോകാൻ, അനുഗ്രഹം മേടിച്ചോണ്ട് പോകാൻ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ നാഥൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. ഇവിടെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ വചനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ, യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവിടെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഒരു അഡ്രസ് ഇല്ല. അവന്റെ അവസ്ഥയാണ് അഡ്രസ് ആക്കിയിരിക്കുന്നത്. ഒരു അഡ്രസ് ഇല്ലാത്ത, പേരില്ലാത്ത, ഊരില്ലാത്ത, ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തു കടന്നു പോവുകയാണ്. അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് കടന്നു വരാൻ നമ്മളുടെ ഐഡന്റിറ്റി ആവശ്യമില്ല. നമ്മൾ ആരാണെന്ന് അവൻ നോക്കുന്നില്ല, നമ്മളെയാണ് അവൻ ആവശ്യം. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, അവൻ കടന്നു പോകുമ്പോൾ. അതിന്റെ തൊട്ട് ഉള്ള അധ്യായങ്ങളിൽ, മുകളിലുള്ള അധ്യായങ്ങളിലെല്ലാം ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പ്രസ്താവന പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അത് കൂട്ടി വായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ, അപ്പോൾ ആ മനുഷ്യനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. പിറവിയിലെ കുരുടൻ, അവൻ ഈ ലോകം കണ്ടിട്ടില്ല. എല്ലാവരും, എത്രയോ പേര് കടന്നു പോയിട്ടുള്ള വഴിയാണത്. ആ കടന്നു പോകുന്ന വഴിയോരത്ത് ഇവൻ ഇരിപ്പുണ്ട്. ആർക്കും അവനെ വേണ്ട, ആരും അവനെ നോക്കാറില്ല. അവനെ കുറിച്ച് ഇവർ വിധിവാചകം പറയുന്നത് എന്താണ്? ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ കുരുടനായി ജനിച്ചത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ തെറ്റുകൊണ്ടാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് സുപരിചിതമായതുകൊണ്ട് വിശദീകരണം ആവശ്യമില്ല. ഞാനിവിടെ ക്രിസ്തുവിന്റെ മനോഭാവം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ഇതിവന്റെ വിധിയാണ്, ഇവന്റെ വിധിയാണ്. ഇവൻ ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ഇവന്റെ വിധിയാണ്. നമ്മൾ പറയാറില്ലേ, ഓ എന്റെ പാസ്റ്ററെ ഇതെന്റെ വിധിയാ, എന്റെ പാസ്റ്ററെ ഇതെന്റെ വിധിയാ. ജീവിതത്തിലെ കഴിഞ്ഞ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഇതെന്റെ വിധിയാണ്, ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ വിധിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന, കടന്നു വരാത്തൊരു ക്രിസ്തുവല്ല നമ്മുടെ വിധിവാചകത്തെ തിരിച്ച്, ലോകം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന സകല വിധിവാചകത്തെയും
തിരുത്തിയെടുക്കുന്ന, നമ്മളെ ചലിപ്പിക്കുന്ന, നമ്മളെ പുതിയ ഒന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ ദിവസമാണിന്ന്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുന്ന ദിവസമാണ്. നമ്മുടെ കഷ്ടതകളുടെ നടുവിലൂടെ കടന്നുപോയി നമ്മളെ ആരും കാണാത്തത് കാണുന്നൊരു ദൈവമാണ്. ആരും കാണാത്തത് കാണുന്ന, ഞാനിപ്പോ പാസ്റ്ററെ കാണുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പരസ്പരം കാണുന്നു, നമ്മള് ഭാഗ്യമായ കുറെ കാര്യങ്ങൾ കാണുന്നതേ ഉള്ളൂ. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഒരു പക്ഷേ നമ്മളുടെ സങ്കടങ്ങളൊന്നും മനുഷ്യരുടെ മുമ്പിൽ കാണിക്കത്തൊന്നുമില്ല. നമ്മളുടെ ഒരു അഭിമാനമുണ്ട്, അത് വിട്ടിട്ട് നമ്മൾ ആരും പെരുമാറത്തില്ല. എന്നാൽ നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സങ്കട കാരണങ്ങളെ അറിഞ്ഞ് ഇന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ മേൽ ഒരു പുത്തൻ അഭിഷേക ശക്തി തന്ന് എല്ലാവരും മാറ്റി നിർത്തുന്ന, നമുക്ക് കടക്കാനാവാത്ത രീതിയിൽ വേലി കെട്ടി നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തുന്ന ഈ ലോകത്തിന്റെ മുൻപിൽ നമ്മളെ ഉയർത്തി നിർത്തിയിട്ട് നമ്മൾ തന്നെ പ്രഖ്യാപിക്കും, ഞാൻ യേശുവിനെ കണ്ടു, എൻ്റെ യേശു എനിക്ക് ചെയ്തു തന്ന പ്രവൃത്തിയുടെ ആ സാക്ഷ്യമാക്കി മാറ്റും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരുപാട് പേര് കടന്നുപോയിട്ടുള്ള, ഒരുപാട് പേര് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇനിയും പോകാനിരിക്കുന്ന ഒരു വഴിയാണത്. പക്ഷേ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ ഒരു വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയാണ് നമ്മളെയൊക്കെ ഇന്ന് ഈ നിലയിലാക്കിയിരിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വ്യത്യസ്തനാണ്. മറ്റുള്ളവർ 100 കാരണങ്ങൾ പറഞ്ഞ് നീ ചെയ്തത് ശരിയായില്ല എന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ഞാൻ വ്യത്യസ്തനാണ്. എൻ്റെ ക്രിസ്തുവാണ് എന്നെ നയിക്കുന്നത്. എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ സ്നേഹം. എൻ്റെ ക്രിസ്തു എന്ന ആ പാറമേലാണ് ഞാൻ എൻ്റെ കാലുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ലോകം കിടന്ന് എന്ത് പറഞ്ഞാലും നമ്മൾ ഭയപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചലിപ്പിക്കുന്നത് ഈ ദൈവമാണെന്നേ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ പണമാണ്, നമ്മുടെ സ്ഥാനമാനങ്ങളാണ് നമ്മളെ ചലിപ്പിക്കുന്നതെന്ന്? ഒന്നുമല്ല. ഇവിടെ വയനാട്ടില് എത്ര മനോഹരമായൊരു സ്ഥലമായിരുന്നു എന്നറിയാം. ഞാനിവിടെ പോയിട്ടുള്ളതാണ്. ഞാനൊരു അച്ഛനായിരിക്കുന്ന സമയത്ത് അവിടെ കൂടെ പോകുമായിരുന്നു. അവിടെ ഒരു താഴ്വാരത്തിലൊരു പള്ളിയുണ്ട്. ആ പള്ളി കുർബാന ചെല്ലാനൊക്കെ ആയിട്ട് ഞാൻ പോകുമായിരുന്നു. എത്ര മനോഹരമാണ്, നമുക്കൊരിക്കലും മടുക്കാത്ത ഒരു സ്ഥലം. മലബാറിന്റെ മൂന്നാർ എന്നാണ് ആ സ്ഥലത്തിന് പേര് പറഞ്ഞുകൊണ്ട്. നമ്മൾ വിചാരിക്കുന്നത് സമ്പന്നരല്ല അവിടെ ഉണ്ടായിരുന്നതെന്ന്. അതിസമ്പന്നരായ മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്നത്. തേയിലത്തോട്ടങ്ങളും ആ തേയിലത്തോട്ടത്തിലെ റിസോർട്ടുകള്, തേയിലത്തോട്ടത്തിന്റെ തീരത്ത് വെച്ചിരിക്കുന്ന വീടുകള്. ഒരു വിഭാഗം തേയില തൊഴിലാളികളാണ്, തോട്ടം തൊഴിലാളികളായിട്ട് വന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ഒന്നും കണക്കുകളില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരാരും സമ്പന്നരല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. അവരാരും പാവികളായിട്ടും അല്ല സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ദൈവമാണെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ഉയരാൻ, എൻ്റെ ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളാണ് എന്നെ ചേർത്ത് പിടിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മീയതയിൽ ഒന്നുകൂടെ വിശ്വാസത്തിൽ നമ്മൾ ഉയരണം. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും ഒരേ ശൈലിയില് നമ്മളിങ്ങനെ പോവുക. ശൈലി മാറ്റിയേ പറ്റൂ. 8-ാം അധ്യായത്തിൽ കാണുന്ന ക്രിസ്തുവിനെയല്ല 9-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 9-ാം അധ്യായത്തിൽ കരുണാമയനായവനെയാണ് കാണുന്നത്. ഒരു മനുഷ്യന്റെ ആരും മുഷിഞ്ഞു നാറിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അവന്റെ ജീവിതത്തെ പൊക്കിയെടുക്കുന്ന, 40-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ചേറ്റുകുഴിയിൽ കിടന്നവനെ പൊക്കിയെടുത്തു. ചേറ്റുകുഴിയിൽ കിടക്കുന്നവനെ പൊക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ആ ചേറ്റുകുഴിയിൽ ഇറങ്ങി, അവന്റെ അരയോളം ചെളിയിൽ നാറുന്ന ചേറിൽ ഇറങ്ങി നിന്നെങ്കിൽ മാത്രമേ അവനെ പൊക്കിയെടുക്കാൻ ഒക്കത്തില്ല. കരയ്ക്ക് നിന്ന് കൈവിരൽ കാണിച്ചാൽ ഒക്കത്തില്ല. അതാണ് കാൽവരി ക്രൂശിന്റെ അർത്ഥമെന്നൊക്കെ പറയുന്നത്. മുഷിഞ്ഞു നാറിയ ചേറ്റുകുഴിയിൽ, പാപ സങ്കീർണമായ ചേറ്റുകുഴിയിൽ കുരിശു നാട്ടി അതിൽ കിടന്നുകൊണ്ട് അവന്റെ രക്തത്തുള്ളികൾ വീണ് അതിനെ വിശുദ്ധീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുകളിലേക്ക് നിരന്തരം വീഴുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തുള്ളികളുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ ചലിപ്പിക്കുവാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എവിടെയെല്ലാം മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നുവോ, എവിടെയെല്ലാം സങ്കടങ്ങൾ അനുഭവിക്കുന്നുവോ, എവിടെയെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നുവോ, അവിടെയെല്ലാം
ഈ ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ആരാധനയുടെ നടുവില് ഭയങ്കര സിസ്റ്റം ഒക്കെ വെച്ച് നമ്മൾ കൈയടിക്കുമ്പോൾ തേജോമയനായി ഇറങ്ങി വരുന്ന ക്രിസ്തു അല്ല. അത് തെറ്റിദ്ധാരണയാ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൈയടിക്ക, കൈ പൊക്ക. ഈ കൈ ഇല്ലാത്തവൻ എന്തോ ചെയ്യും? ആലോചിച്ചിട്ടുണ്ടോ? കൈ ഇല്ലാത്തവൻ എന്തോ ചെയ്യും? കൈയുടെ രണ്ട് കുഴയ്ക്കും ഇല്ലെങ്കിൽ തോളിനും വേദനയായിരുന്നു കൈ പൊക്കാൻ വയ്യാത്തവൻ എന്തോ ചെയ്യും? അപ്പൊ കൈ പൊക്കിയാലേ കർത്താവ് ഇറങ്ങുമെന്ന് ആരാ പറഞ്ഞേ? കൈ അടിച്ചാലേ ഇറങ്ങുമെന്ന് ആരാ പറഞ്ഞേ? നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ വിശ്വാസത്തിന്റെ അഗ്നി എരിയുന്നുവെങ്കിൽ ആ കനൽക്കട്ടയെ ജ്വലിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അഗ്നിയാണ് നിന്റെ നിലനിൽപ്പെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ആത്മീകനാണെന്ന് വിളിച്ചു പറയാൻ കഴിയുന്നത്. എന്റെ കർത്താവ് ചേറ്റുകുഴിയിൽ ഇറങ്ങിയവനാണെങ്കിൽ, കാൽവരിയിൽ എൻ്റെ കർത്താവ് എന്നയ്ക്ക് ജീവനേകുവാൻ കാൽവരിയിൽ കുരിശു നാട്ടി അതിൽ തൂങ്ങിയവനാണെങ്കിൽ, അവിടെ രക്തത്തുള്ളികൾ വീണ് വിശുദ്ധീകരിച്ചവനാണെങ്കിൽ, ഞാൻ ഏതൊരവസ്ഥയിലാണെങ്കിലും എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചത്. ഊരില്ലാത്തവൻ, പേരില്ലാത്തവൻ, ഐഡന്റിറ്റി ഇല്ലാത്തവൻ, ഒരു കുരുടൻ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ചിട്ടുള്ളവൻ, അവിടെയെല്ലാം ഈ ക്രിസ്തുവിന്റെ കാലടികൾ പതിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെയെല്ലാം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുവോ, ഏതെല്ലാം സങ്കടങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുന്നുവോ, അവിടെ കർത്താവ് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സമയം ഈ ക്രിസ്തുവുമായി തനിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നമ്മൾ ആരാധനയിൽ ചെല്ലുന്നു, ആ നൂറുകണക്കിന് മനുഷ്യരുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കൈയടിച്ച് ആരാധിക്കുന്നു. ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. കൂട്ടായ്മയുടെ ശക്തി അത് അപാരമാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു അപാര ആരാധനയായിരുന്നു, സൂപ്പറായിരുന്നു, ഒന്ന് വേർത്ത് കുളിച്ച് ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നാൽ ഈ ആരാധനയുടെ നടുവിൽ ക്രിസ്തു എന്നോട് സംസാരിച്ചു, എൻ്റെ പാപങ്ങളെ ബോധ്യപ്പെടുത്തി, എനിക്ക് മാനസാന്തരം തന്നു, എൻ്റെ ജീവിതത്തെ ഒന്ന് ശൈലി മാറ്റുവാനുള്ള ആഹ്വാനം കിട്ടി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ തനിച്ചൊന്നിരുന്നേ, 100 സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെന്നേ, 100 വേദനകൾ ഉണ്ടെന്നേ, 100 ആവശ്യങ്ങളുണ്ടെന്നേ, നമ്മുടെ മുറിയില് നമ്മൾ തനിച്ചിരുന്ന് കണ്ണും നടച്ച് പൊന്നുതമ്പുരാനെ എന്നൊന്ന് വിളിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ അഗ്നിയെ ഒന്ന് ഊതി കത്തിച്ച് ഒന്ന് ഇരുന്നേ, അത് അഗ്നിയായി പടരുന്നത് കാണാൻ പ്രിയപ്പെട്ടവരെ. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ആ ഒറ്റ വാചകം തന്നെ എടുത്തു നോക്കി. അവൻ കടന്നു പോകുമ്പോൾ, കർത്താവ് കടന്നു പോവുകയാണ്. എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? ജെറുസലേം ദേവാലയത്തിലോ 100 ആൾക്കൂട്ടങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. നമ്മള് വലിയൊരു മെഗാ കൺവെൻഷന് നമ്മളെ വിളിക്കുന്നിരിക്കട്ടെ, നമ്മളെ വിളിക്കുന്നു, ആൾക്കാരെല്ലാം ഇരിക്കുക, നമ്മൾ ഈ ആൾക്കാരുടെ ഇടയ്ക്കൂടെ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ പോവുക. നമ്മള് ഒന്ന് നിന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോട് സംസാരിക്കുമോ? തുടരുത്, കാരണം ഞാൻ അലക്കി തേച്ച എന്റെ ഷർട്ട് ചുളുങ്ങും. ഇവൻ നേരെ പോവുക, കുതിച്ചു പാഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? സ്റ്റേജിൽ ഇരിക്കാൻ പോവുക. കർത്താവ് സ്റ്റേജിൽ ഇരിക്കാനല്ല വരുന്നത്, കർത്താവ് നിന്റെ കണ്ണുനീര് കാണാനാണ് വരുന്നത്. കർത്താവ് വരുന്നത് നിന്റെ കണ്ണുനീര് കാണാൻ. സ്റ്റേജിൽ ഇരിക്കാൻ 100 പരീശന്മാരുണ്ട്, സ്റ്റേജിൽ ഇരിക്കാൻ യഹൂദ പ്രമാണികളുണ്ട്. എന്നാൽ നിന്റെ ഒപ്പം ചേറിൽ ഇരിക്കാൻ ഒരു ക്രിസ്തുവേ ഉള്ളൂ. അതാണ് ഞാൻ കണ്ട ക്രിസ്തു. ഒന്നുമില്ലാതിരുന്ന എന്നെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് ഇന്നുവരെയും, ഇപ്പോ 15 വർഷമായി. ഈ 15 വർഷവും എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും ഇല്ലായ്മകളും വല്ലായ്മകളും രോഗങ്ങളും കടന്നു വന്നപ്പോ എന്നോട് ചേർന്നിരുന്നു കൊണ്ട് എപ്പോഴൊക്കെയോ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നിന്റെ വിധിവാചകം നീ പറയരുത്, നിന്റെ വിധിയെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചവൻ എൻ്റെ ക്രിസ്തു. അതിൽ പരം എന്നാ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനിരിക്കുന്ന സാക്ഷ്യം? നമുക്ക് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അതേ ഉള്ളൂ. നമുക്ക് ആരെയും കാണാൻ സമയമില്ല. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വലിയ പ്രാസംഗികരെന്നൊക്കെ പറയുന്നത് മനുഷ്യനെ കാണുന്നില്ല. ഇവര് മനസ്സിൽ വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകണം. കർത്താവ് പറഞ്ഞവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നവനല്ല, പ്രവർത്തിച്ച് പരിപൂർണമായൊരു പ്രവൃത്തി നമുക്ക് വേണ്ടി തന്നു മടങ്ങിപ്പോകുന്നവനാ. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ കടന്നു പോകുമ്പോൾ ഈ കടന്നുപോക്കിന്റെ പ്രത്യേകതയുണ്ട്, അത് നമ്മൾ ധ്യാനിച്ചെടുത്താൽ മതി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിറവിയിലെ കുരുടനായ, വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട്
പിച്ച തണ്ടാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നീ, നിനക്കിനി ഉയർച്ചയില്ല എന്ന് ലോകം വിധി എഴുതിയ ഒരു മനുഷ്യന്റെ കൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ മനുഷ്യനെ കണ്ടു എന്നാ എഴുതി വെച്ചിരിക്കും. കുരുടനെ കണ്ടെന്നല്ല, മനുഷ്യനെ കണ്ടു. മനുഷ്യന് വേണ്ടി തൻ്റെ സ്വർഗ അവസ്ഥ വിട്ട് ഇറങ്ങി വന്നവൻ ക്രിസ്തു. നമ്മളിന്ന് മനുഷ്യനെ കാണുന്നില്ല. മനുഷ്യനെ കാണുമ്പോഴേ മനുഷ്യന്റെ വേദന എന്തെന്നറിയൂ. മനുഷ്യനെ കാണുമ്പോഴേ നമ്മൾ മനുഷ്യരാവുകയുള്ളൂ. ഇവിടെ ക്രിസ്തു മനുഷ്യനെ കണ്ടു. അപ്പോ അവന്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം നമുക്ക്, റബി അവിടെ അവനൊരു റബി മാത്രമാണെന്ന് കൂടെ ഓർക്കണം. ഒരു ഗുരു മാത്രമാണ്. യേശുവേ, ക്രിസ്തുവേ എന്നൊന്നും വിളിക്കുന്നില്ല ഇവരെ. ഇവർക്ക് അന്നേരവും ക്രിസ്തു ആരാണ്? യഥാർത്ഥ ക്രിസ്തു എന്നുള്ള തലത്തിലേക്ക് ഇവർ വന്നിട്ടില്ല. ഇവർ പറയുന്നത് എന്താണ്? റബി, ഗുരു. റബി, ഇവൻ പിറന്നത് അറിയാം, നമുക്കറിയാം. ഇവന് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണോ? അവന്റെ അപ്പനാണോ? ഇവൻ ചെയ്ത പാപമാണോ? ഞാൻ ചോദിക്കട്ടെ, പിറവിയിലെ കുരുടനായിട്ട് മനുഷ്യന് അവൻ എന്തു പാപമാണ് ചെയ്യുന്നത്? പിറവിയിലെ കുരുടനാ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് പാപം ചെയ്യുമോ? എന്തു ഭോഷത്തരമാണ് അവിടെ പറയുന്നതെന്ന് ഓർത്ത് നോക്കണം. ശിഷ്യന്മാരുടെ അറിവുകേട്. അന്നേരമാണ് ക്രിസ്തു വലിയൊരു തത്വം പറയുന്നത്. നോ, ഇവന്റെ അപ്പനോ ഇവനോ ഒന്നും പാപം ചെയ്യുന്നതിന്റെ ഫലമല്ലിത്. ഇത് ദൈവപ്രവൃത്തി ഇവന്റെ മേൽ വെളിപ്പെടാനാണ്. അതാണ് ഈ 9-ാം അധ്യായത്തിന്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കും. നമ്മൾ ഒരുപക്ഷെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, ഒരുപാട് സങ്കട കാരണങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജോലിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ആരോടും പറയാനാവാത്ത സങ്കടങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആ സങ്കടങ്ങളുടെ നടുവില് ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് എൻ്റെ വിധിയാ, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ എന്നൊന്നും നമ്മൾ വാചകം പറയരുത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടണം. നീ ദൈവത്തിന്റെ വെളിപ്പാടായി മാറുകയാണ്. ദൈവപ്രവൃത്തിയുടെ വെളിപ്പാട് പുസ്തകമായി നീ മാറുകയാണ്. നിന്നെ കാണുന്നവൻ ഇനി എന്ത് ചെയ്യും? ദൈവത്തിന്റെ വെളിപ്പാട് എന്താണെന്ന്, ദൈവപ്രവൃത്തിയുടെ വെളിപ്പാട് എന്താണെന്ന് അവൻ വായിച്ചെടുക്കും. ഇനിയും നിന്നിലൂടെയാണ് ദൈവപ്രവൃത്തിയുടെ ആ പേജുകൾ മറിഞ്ഞു പോകുന്നത്. നിന്റെ ദുഃഖ കാരണം ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. അതുകൊണ്ട് വിധിയാണെന്ന് പറഞ്ഞ് ഒന്നിനെ നമ്മൾ പറഞ്ഞു വെക്കാതെ, എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ ഒരു വെളിപ്പാടിന്റെ പുസ്തകമാണ് ഞാൻ. ഇനിയും ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് ദൈവപ്രവൃത്തിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്കാ സഭ വിട്ടിറങ്ങുന്ന സമയം നിങ്ങൾക്കെല്ലാം അറിയാം. കത്തോലിക്കാ സഭ വിട്ടിറങ്ങുന്ന സമയം നിസ്സാരമൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇഷ്ടം പോലെ പണം, നമുക്ക് ദാരിദ്ര്യമില്ല, നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്ഥാനമാനങ്ങളുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും ആൾക്കൂട്ടങ്ങളുണ്ട്. നമ്മളെ തൊട്ട് വന്ദിക്കാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന് ഊപ്പുകകളോടെ നിൽക്കുന്ന മനുഷ്യരുടെ നീണ്ട നിര നമ്മൾക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം വിട്ടിങ്ങ് ഇറങ്ങുമ്പോൾ കത്തോലിക്കാ സഭ മോശമായത് കൊണ്ടൊന്നുമല്ല ഞാൻ ഇറങ്ങിയത്. എൻ്റെ ക്രിസ്തു വലിയവനായതുകൊണ്ടാണ്. ആ തിരിച്ചറിവാണ് എന്നെ ഇറക്കിയത്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാ. 10 പുത്തൻ സമ്പാദിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ പോണോ? ഓരോ ദിവസവും എത്രയോ പണം സമ്പാദിക്കുന്നു. അപ്പൊ പണമല്ല നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇന്ന് കേരളത്തില് വിളിച്ചു പോയി നടക്കുന്ന മുഴുവൻ പണമാണ് അടിസ്ഥാനമെന്ന്. ആര് പറഞ്ഞു പണമാണെന്ന്? പണമാണ് അടിസ്ഥാനമെങ്കിൽ ഞാൻ ഇറങ്ങുമോ? എനിക്ക് കയ്യും കഴുകി ചെന്നിരുന്നാൽ മതി. ഒരു എത്ര കൂട്ടം കറികൾ വേണമെന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിരുന്നാണ് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്നത്, വിരുന്ന്. അതെല്ലാം വിട്ട് ഇറങ്ങുമ്പം എന്ത് കണ്ടിട്ടാണ് ഇറങ്ങുന്നത്? ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബിഷപ്പ്, എൻ്റെ അപ്പനെ പോലെ എന്നെ സ്നേഹിച്ച എൻ്റെ ബിഷപ്പ് എന്നോട് ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ, നീ എന്നെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? അവര് കാണുന്നത് മുഴുവൻ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ എന്നാ പറയുക, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പോകുന്നവരെയാ. പക്ഷെ ഞാൻ പറഞ്ഞു,
എന്റെ ജീവിതത്തിന് അർത്ഥം നൽകിയവൻ. ഞാൻ പറഞ്ഞതാ, എന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നവൻ, എന്റെ ജീവിതത്തിൽ ഉന്നതവാസിയായവൻ, എന്നെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ളവൻ, ആ ക്രിസ്തുവിനെ കണ്ട ഞാൻ അറിഞ്ഞത്. ആ ക്രിസ്തുവാണ് എൻ്റെ ജീവന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ബാക്കിയെല്ലാം വിട്ടു. അപ്പൊ ഞാനിപ്പം ഇവിടെ വന്നിട്ട് ഞാനും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, നിനക്ക് അവിടെ പോകാം ഇവിടെ പോകാം. ഞാൻ ഇതൊന്നും പറയുന്നതിന് മുമ്പ് ഞാൻ അമേരിക്ക വന്നവനാ. ചിക്കാഗോ ബൈബിൾ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുള്ളവനാ ഞാൻ, അവരുടെ കാത്തലിക് കൺവെൻഷൻ. അപ്പൊ ഇതെല്ലാം നേരത്തെ നടന്നിട്ടുണ്ടെന്നേ. ഞാൻ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള ആളാ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വേണോ? എനിക്ക് ചിക്കാഗോയിൽ പോകാം, എനിക്ക് ന്യൂയോർക്കിൽ പോകാം, ജർമ്മനി പോകാം. അതിനല്ലെന്നേ ക്രിസ്തുവിന്റെ കൂടെ ഇറങ്ങിയത്. ക്രിസ്തുവിന്റെ കൂടെ ജീവിതം ആസ്വദിക്കാൻ ഇറങ്ങിയതാ. സങ്കടങ്ങളും വേദനകളും നിറഞ്ഞു നിറഞ്ഞ് കടന്നു വരുമ്പോൾ ഈ ക്രിസ്തുവിൽ ചേർന്ന് നിന്നുകൊണ്ട് ആസ്വദിക്കാൻ ഇറങ്ങിയതാ. ക്രിസ്തു നമ്മളുടെ ആസ്വാദനമായി മാറട്ടെ, രുചിയായി മാറട്ടെ. ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമായി മാറട്ടെ. ക്രിസ്തു നമ്മുടെ ലക്ഷ്യബോധമായി മാറട്ടെ. അപ്പോൾ ബാക്കിയെല്ലാം പോകും. പിന്നെ നമ്മുടെ കണ്ണൊന്ന്, ഞാനൊന്ന് കരഞ്ഞാല് എന്റെ അച്ഛൻ എന്നോട് ചോദിക്കത്തില്ലേ, മോനെ എന്തുവാടാ നിന്റെ മുഖത്തൊരു വിഷമം, നീ എന്തിനാ കരയുന്നത്? അച്ഛനും അമ്മയും ഇല്ല കേട്ടോ, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ സങ്കടങ്ങൾ കണ്ട് ഞാൻ ഇപ്പൊ റജി കോശി ഇതിലുണ്ടല്ലോ, ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് റജി കോശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ ഒരു സങ്കടം, വിഷമിക്കണ്ട, ദൈവം എല്ലാം നടത്തി തരും. ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറത്ത് ഒരു വിശ്വാസത്തിന്റെ ചാനൽ കീറിയിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുക. നമ്മളോട് ചോദിക്കുക, എന്റെ അച്ഛൻ എന്നോട് ചോദിക്കുന്നത്, നിനക്ക് എന്തുവാടാ സങ്കടം? അമ്മ ചോദിക്കത്തില്ലേ, മോനെ എന്തുവാടാ നിന്റെ വിഷമം എന്ന് ചോദിക്കത്തില്ലയോ? അപ്പം നമ്മളിത് പറയത്തില്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങൾ ചോദിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ആ സങ്കടങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പേ തിരിച്ചറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ആ ക്രിസ്തുവാണെന്നേ എന്റെ ക്രിസ്തു. ഇവിടെ അങ്ങനെ സംഭവിച്ചത്. പിറവിക്കുരുടൻ ആപ്ലിക്കേഷൻ കൊടുത്തോ, ഇതിലെ വരുമ്പോ ഒന്ന് നിൽക്കണേ, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ആപ്ലിക്കേഷൻ കൊടുത്താൽ പോലും തിരിഞ്ഞു നോക്കാത്ത ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും കൂട്ടായ്മയുടെ നടുവിലാണ് ക്രിസ്തു പറയാതെ ഇറങ്ങി വരുന്നത്. ഇവിടെ ക്രിസ്തു നമ്മളോട് പറയുന്ന മറ്റുള്ളവന്റെ ദുഃഖങ്ങളെ തൊട്ടറിയാൻ കഴിയുന്നവനാണ് ആത്മീയൻ. പിറവിയിലെ കൊള്ളനായൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ എന്റെ വിധിവാചകം അവർ പറഞ്ഞു കഴിഞ്ഞു. ആ വിധിവാചകത്തിനപ്പുറത്തേക്ക് പിന്നെയും ക്രിസ്തു കടക്കുകയാണ്. ദൈവപ്രവൃത്തി ഇവന്റെ മേൽ വെളിവാകേണ്ടതിനാണ്. ആ ദൈവപ്രവൃത്തി എന്താണെന്ന് കാണുകയും ചെയ്തു. നമ്മൾ അവന്റെ കണ്ണില് തുപ്പല് പുരട്ടി, എന്നിട്ട് അവനെ സൗഖ്യമാക്കി, അവന് കാഴ്ച കൊടുത്തു. ഇതെല്ലാം നമുക്കറിയാം. അവൻ പോയി കഴുകി, അതെല്ലാം നമുക്ക് സുപരിചിതമാണ്. അതിന്റെ അവസാന ഭാഗം 12-ാം വചനത്തില്, 9-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന്. പരീശന്മാർ ചുറ്റും കൂടി കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പം അവനോട് ചോദിച്ചു, അവൻ എവിടാ? നിന്നെ സൗഖ്യപ്പെടുത്തിയവൻ എന്നെ കുറിച്ച് നീ പറയുന്നുണ്ട്, അവൻ എവിടെ? ചങ്ക് തുളയ്ക്കുന്ന, ആത്മീയതയെ ഉലയ്ക്കുന്ന ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. സമ്പാദ്യങ്ങൾ നെട്ടുകൂട്ടിയിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും അവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അവന്റെ അത്ഭുതങ്ങൾ കണ്ടു എന്ന് 100 പറഞ്ഞ് 100 പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നെട്ടോട്ടമോടിയിട്ട് നിനക്ക് വേണ്ടി മാത്രം അത്ഭുതം പ്രവർത്തിച്ച് തന്നിട്ടും അറിയാമോ ഈ ക്രിസ്തുവിനെ? നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ ഈ ക്രിസ്തു വന്നു നിന്നാൽ ഇവൻ ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റത്തില്ല. പിച്ചക്കാരനാന്നേ നമ്മൾ പറയത്തുള്ളൂ. സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്ന ക്രിസ്തു ഒരു പിച്ചക്കാരനാണ്. കിടക്കാൻ ഇടയില്ല, കടത്തിണ്ണെ കിടക്കുന്നവനെ ആരെങ്കിലും അംഗീകരിക്കുമോ? മുഷിനാറി 3-4 ദിവസം കുളിക്കാതെ നടക്കുക. കടൽ തീരത്തെ ഉപ്പുകാറ്റും കൊണ്ട് നടക്കുക. മുടി നമ്മൾ ഇന്ന് ഈ പടത്തിൽ കാണുന്നത് പോലെ ചിത്രം വരച്ചു വെച്ചതുപോലെ ഷാമ്പു ഇട്ട് നല്ല മനോഹരമായി ചീകി വെച്ചതൊന്നുമല്ല. ചുരുണ്ട, ഉപ്പുകാറ്റും പൊടിയും അടിച്ച് ചുരുണ്ട മുടി. അവനെ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ വെല്ലുവിളിയാണിത്. അവൻ വന്ന് നിന്ന് പറയുകയാണ്, ഞാനാണ് ക്രിസ്തു, ഞാനാണ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മള് എറിഞ്ഞോടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്ന, ഏത് രാവിലും പകലിലും
നമ്മളോട് സംസാരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാത്മീകതയുടെ അടിയുറപ്പ് നമ്മളിൽ ഉണ്ടാവണം. ഞാൻ അറിയുന്നില്ല. ഇവനോടാ പറഞ്ഞത്, നീ പോയി പിന്നെ ദൈവപ്രവൃത്തി ഇവന്റെ മേൽ വരാനാണ് ആ സ്വരം അവൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴുകെന്നും പറഞ്ഞത് സ്വരം കേട്ടു. അപ്പൊ ഇവനെ പറയേണ്ട ഒരു കടമയുണ്ട്. എനിക്ക് അവനെ അറിയാം. അവനെ എന്ന് പറയേണ്ടതിന് പകരം അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല. എന്നിട്ടും ക്രിസ്തു പിന്മാറിയോ? പിന്നീട് നടക്കുന്നതൊക്കെ നമുക്കറിയാം. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് വരുന്നത് എന്താണ്? അവനെ അതിന്റെ 35-ാം വചനത്തിലേക്ക് വരണം. 35-ാം വചനത്തിലേക്ക് അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. ഇത് കഴിയുമ്പം ആ 9-ാം അധ്യായം ധ്യാനാത്മകമായി ഒന്ന് വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെ കാണാം. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അപ്പോ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവനെ സൗഖ്യപ്പെടുത്തിയിട്ട് പോയി കഴുകിക്കോടാ പോയി എന്ന് പറഞ്ഞേച്ച് ക്രിസ്തു അങ്ങ് പോവുകയല്ല ചെയ്തത്. അവനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രിസ്തുവിന് അറിയാം. അവനെ പുറത്താക്കുമെന്നറിയാം. അവൻ ആലയത്തിൽ കയറ്റത്തില്ലെന്നറിയാം. അവനെ ഇതെല്ലാം ക്രിസ്തു അവനെ ഉള്ളിൽ സ്വീകരിച്ചു. ഒരു കുരുടനെ ഉള്ളിൽ സ്വീകരിക്കാൻ, ഒരു പിച്ചക്കാരനെ ഉള്ളിൽ സ്വീകരിക്കാനുള്ള വിശാല മനസ്സിന്റെ ഉടമയായ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നുവെങ്കിൽ ഈ വിശാലത നമ്മളിലും വേണ്ടായോ? എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള കാര്യം, അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. കത്തോലിക്കാ സഭയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പം എനിക്ക് മുടക്ക് കൽപ്പന വിട്ടു. പുറത്താക്കി. അന്നേരം ഞാൻ ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അകത്താ. അവര് പുറത്താക്കിയപ്പം ഞാൻ അകത്തായി. ഇനി എനിക്ക് ധൈര്യപൂർവ്വം അകത്തിരിക്കാം. എന്റെ ക്രിസ്തുവിന്റെ അകത്താ ഞാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എൻ്റെ ജീവിതത്തില് ഇതുപോലെ ക്രിസ്തു ദൈവം ഇടപെട്ട് എന്നെ കൊണ്ടുപോയ സാഹചര്യം, മരണത്തിന്റെ അവസാന ശ്വാസത്തിൽ വന്ന് നിന്നതാണ് ഞാൻ. ഇന്ന് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഇത്രയും നേരം സംസാരിക്കുന്നത് എനിക്കൊരു അത്ഭുതമാണ്. എന്റെ ക്രിസ്തു എന്നെ തിരിച്ചുകൊണ്ട് ICUവിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഉത്ബോധങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ മറ്റുള്ളവർ പറയും, അത് അവൻ മറിയത്തെ വിട്ടതിന്റെ, വിശുദ്ധന്മാരെ വിട്ടതിന്റെ, മാറിവാനിയോസിനെ വിട്ടതിന്റെ ശാപമാണെന്ന് അവർ പറയാൻ ഇടവരരുത്. നീ എന്നെ തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, എന്നെ നീ തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് ഞാന് പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്ന്, ഇന്ന് രോഗമില്ലെന്ന് ചോദിച്ചാൽ രോഗാവസ്ഥയുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടം. അപ്പോ അച്ഛന്മാര് വിളിക്കാൻ തുടങ്ങി, അച്ഛന്മാര് വരാൻ തുടങ്ങി എന്നെ കാണാൻ, അതുപോലെ സിസ്റ്റേഴ്സ് വരാൻ തുടങ്ങി, മെത്രാന്മാർ അന്വേഷിക്കാൻ തുടങ്ങി, അവൻ എങ്ങനുണ്ട് ഇപ്പോ, അവൻ എങ്ങനുണ്ട്. അന്നേരം ഞാൻ അച്ഛന്മാരോട് പറഞ്ഞ വാചകമാണ് അവര് മെത്രാനോട് പറയുന്നത്. അച്ഛന്മാരോട് ഞാൻ പറഞ്ഞ ഇതാണ്, ഞാൻ തിരിച്ചു വന്നു. എൻ്റെ ക്രിസ്തുവിന്റെ കൈകളിലൂടെ നിരങ്ങി ഞാൻ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ശക്തനായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചലിപ്പിക്കുന്ന ദൈവം, ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ദൈവം, ഇന്ന് നിശ്ചലമായി പോയ നിരാശയുടെ അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ ഇന്ന് ആ നിരാശയെ മാറ്റിയിട്ട് നമ്മളെ മുന്നോട്ട് കുതിക്കാനൊരു ശക്തി നൽകുകയാണ്. അവനെ അറിയില്ലെന്ന ഒരു വാക്ക് നമ്മൾ ഇന്ന് പുറത്തു വരട്ടെ. എനിക്കറിയാം എൻ്റെ ക്രിസ്തുവിനെ. അവൻ എനിക്ക് ആരാധനയുടെ നടുവിൽ മാത്രം കാണുന്ന, ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ മാത്രം കാണുന്ന ക്രിസ്തുവല്ല. എൻ്റെ ഏകാന്തതയിൽ എന്നോടൊപ്പം ICUവിൽ ഇറങ്ങി വന്ന് എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ്. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതൊരു ചോദ്യമാണ്. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. അവന് നീ ശിലോകാംകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ സ്വരം, ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ മുഴങ്ങിക്കേട്ട ദൈവപ്രവൃത്തി അവന്റെ മേൽ ഉള്ളതാണെന്ന് കേട്ട സ്വരം ഇവൻ കേട്ടിട്ടുണ്ട്. ഇവന് ചെവി നല്ലതുപോലെ കേൾക്കാം. ഇവൻ ഈ സ്വരം സുപരിചിതമാണ്. അത് കേട്ടിട്ടാണ് പോയി കഴുകുക എന്ന് കേട്ടിട്ടാണ് ഇവൻ ശിലോകാംകുളത്തിലേക്ക് പോയത്. എന്നിട്ടും ഇവൻ ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോ അവൻ ചോദിക്കുകയാണ്, അവൻ ആരാ? അവനവിടെ ഉറക്ക വിളിച്ചു പറയേണ്ടത് ഇതാണ്,
ഈ സ്വരം എനിക്കറിയാം. എന്റെ വേദനകളുടെ നടുവിൽ, എന്റെ പരിത്യക്തതയുടെ നടുവിൽ, ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകറ്റി നിർത്തിയ നടുവിൽ, ആരും കാണാതെ പോയ എന്നെ നടുവിൽ, എന്നെ പുച്ഛിച്ചവരുടെ നടുവിൽ, വിധിവാചകമാണ് നീ ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിയുടെ വെളിപ്പാട് പുസ്തകമാക്കി എന്നെ മാറ്റിയവനാണിത് എന്ന് പറയാൻ അവൻ ആ സ്വരം തിരിച്ചറിയണമായിരുന്നു. നമുക്ക് പറ്റുന്ന തെറ്റ്, ഇല്ലെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന തെറ്റ്, നമുക്ക് ഈ ക്രിസ്തുവിനെ അറിയുന്നു പാസ്റ്റേഴ്സ് പറഞ്ഞ അറിവേ ഉള്ളൂ. പാസ്റ്റേഴ്സ് പറഞ്ഞ അറിവേ ഉള്ളൂ. പാസ്റ്റേഴ്സ് പറയുന്നത് എങ്ങനെയാ? പാസ്റ്റേഴ്സ് ആരെങ്കിലും മോശം കാര്യം പറയും, പാസ്റ്റേഴ്സ് ആരെങ്കിലും അത് കിട്ടും ഇത് കിട്ടും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ. സ്വരം അറിയാമോ ക്രിസ്തുവിന്റെ? ക്രിസ്തു നിന്നോട് സംസാരിച്ച സ്വരം, സാരമില്ല മോനെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ സ്വരം പരിചയമാണ്. ഇവിടെ ഇദ്ദേഹത്തെ പറ്റിപ്പോയ പാളിച്ചതാണ്. യജമാനനെ യജമാനനെ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് ഏറ്റു പറയേണ്ടിടത്താണ് ഇവൻ പറയുന്നത് യജമാനനെ. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് കാഴ്ച കൊടുത്തവൻ ഒരു യജമാനൻ മാത്രമാണ്. അതിനു മുമ്പ് അവൻ പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച കിട്ടി, ഞാൻ അന്ധനായിരുന്നു, എനിക്ക് കാഴ്ച കിട്ടി, ഇത്രേ എനിക്കറിയത്തുള്ളൂ. എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നു, എനിക്കതേ അറിയത്തുള്ളൂ. എന്റെ കുഞ്ഞ് കാനഡയിൽ പോയി, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ രോഗിയായിരുന്നു, എനിക്ക് സൗഖ്യം കിട്ടി, അത്ര മാത്രമേ അറിയത്തുള്ളൂ. സൗഖ്യമല്ല, സൗഖ്യദായകനെ അറിയാൻ കഴിയണം. അത്ഭുതമല്ല, അത്ഭുത പ്രവർത്തകനെ അറിയാൻ കഴിയണം. അപ്പൊ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാം, നീ അവനെ കണ്ടിട്ടുണ്ടെന്നേ. തുറന്നു വരുന്ന ഭാഗത്ത് പറയാം, നീ അവനെ കണ്ടിട്ടുണ്ട്. അന്നേരം പിന്നെ പറയാം, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടാ? ഇന്ന് നമ്മളോട് പറയാം, നീ അവനെ കണ്ടിട്ടുണ്ടെന്ന് ക്രിസ്തു പറഞ്ഞാൽ നമ്മൾ എവിടെ കണ്ടു? നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞ, സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്നാ പറയുന്നത്. അപ്പൊ നിന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇവൻ. നീ അത് അറിയാതെ പോയതാ. ആ സ്വരം നീ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, 100 സ്വരങ്ങളുടെ ഇടയ്ക്ക് വെച്ച് നമ്മളുടെ അമ്മയെ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കാൻ. 100 കുട്ടികളുടെ ഇടയ്ക്ക് സ്വന്തം കുഞ്ഞിരുന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് എന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയില്ലേ? ഒരച്ഛനില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വരം നമുക്ക് തിരിച്ചറിയത്തില്ലേ? 100 കുട്ടികൾ ഓടി സ്കൂൾ വിട്ടിങ്ങ് ഇറങ്ങി വരുമ്പം എൻ്റെ കുഞ്ഞ് അല്ലാതെ പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നോക്കി മുകളിലോട്ട് നോക്കിയിട്ട് ഇത് എൻ്റേതല്ല, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്? ആ അറിവ് പോലും ഇല്ലാതെ പോയല്ലോ ആത്മീകരായ നമുക്ക് ഈ ക്രിസ്തുവിന്റെ മേൽ. അറിയാതെ പോയില്ലേ നമ്മൾ ഈ ക്രിസ്തുവിനെ? എന്നിട്ട് ക്രിസ്തു പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നീ കണ്ടിട്ടുണ്ടെന്നേ, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ഈ നിൽക്കുന്ന ഞാനല്ലടാ പോയത്, നീ എന്നെ അറിയാതെ പോയത്, അതുകൊണ്ട് നിന്റെ കണ്ണ് പഴയതുപോലെ ആകട്ടെ എന്ന് പറയില്ല. ഇന്ന് നമ്മളങ്ങനെ, നിന്റെ കണ്ണ് പഴയതുപോലെ ആകട്ടെ, നീ ഇനിയും കുരുടനായി പോകട്ടെ, നീ എന്നെ അറിയാതെ പോയില്ല. ക്രിസ്തുവിന് ഒരിക്കലും അങ്ങനല്ല. ക്രിസ്തു നമ്മുടെ അറിവുകേടുകളെ തിരുത്തി, നമ്മുടെ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുന്ന ക്രിസ്തു. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ ഞാൻ വിശ്വസിക്കും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായി മാറുന്ന രംഗം എത്ര സങ്കീർണതയിലൂടെ കടത്തിക്കൊണ്ടാണ് പോകുന്നത്. കർത്താവേ ഞാൻ വിശ്വസിക്കും. അവിടെ അവൻ കർത്താവായി, യജമാനനിൽ നിന്ന് കർത്താവായി. അന്നേരവും ശിഷ്യന്മാർക്ക് റബിയ, നമുക്കിപ്പോഴും റബിയ. 100 ഹിന്ദുക്കള് ഈ ക്രിസ്തുവിന്റെ പിന്നാലെ നടന്ന് ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് യേശുവേ യേശുവേ ദേവരേ യേശുവേ എന്ന് വിളിച്ച് നടക്കുമ്പം നമുക്ക് ഇവന് സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ഗേളാ. ചോദിക്കുന്ന സാധനം എടുത്തു തരുന്ന ടീമാ. മാറണം, ഈ ക്രിസ്തുവിൽ നമ്മൾ ആഴപ്പെടണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കും. കണ്ടിട്ടും കാണാതെ പോകുന്ന, അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന, കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന ഒരു ശാപം നമ്മുടെ മേലുണ്ടാവരുത്. ഏത് രാത്രിയിൽ വിളിച്ചാൽ, ഏത് സാഹചര്യത്തിൽ വിളിച്ചാൽ, ഐ നോ മൈ ജീസസ് ക്രൈസ്റ്റ്, എനിക്ക് ആ സ്വരം അറിയാം.
എനിക്ക് ആ രൂപം അറിയാം. സ്വരമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു കടന്നു വരുന്ന ദിവസമാണ്. നമ്മുടെ വേദനകളെ തൊട്ടറിഞ്ഞ് നമ്മളെ ഉയർത്തുന്ന ദിവസമാണ്. ആയിരങ്ങളുടെ നടുവിൽ നമ്മളെ പ്രാധാന്യത്തോടെ ഉയർത്തുന്ന ദിവസം. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ദിവസം. നമ്മളൊരു വെളിപ്പാട് പുസ്തകത്തിന്റെ ആഴമായി മാറുന്ന ദിവസം. നമ്മൾ ഇനിയും വെളിപ്പെടുത്തേണ്ടത് തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റിജികോശെ ബ്രദറിനോടും പാസ്റ്ററോടും ഈ പ്രെയർ ലൈനിലുള്ള എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കാനും ആയിരിക്കാനും കിട്ടിയ അവസരത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ അത്യാവശ്യമുള്ള സന്ദർഭമാണ്. പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും കൈവിട്ടു പോകാതെ വിശ്വാസത്തിന്റെ ചൂട് അനുഭവിച്ച് നിൽക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് തന്റെ അനുഭവത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താരദാസൻ തന്നെ പറഞ്ഞതാണല്ലോ, ക്രിസ്തുവിന്റെ ശക്തി നമ്മിൽ വസിക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. ആ കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം അഭിനയിച്ചാലും കർത്താവിന്റെ ആ ശക്തി നമ്മൾ ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരിക്കലും അത് അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ ഭാവത്തോടുകൂടി കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാല് നമുക്കിന്ന് എത്രമാത്രം അതിന് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കർത്താവ് തന്നിട്ട് ആ കർത്താവ് ജീവിച്ച ക്രിസ്തുവിലുള്ള ഭാവം, ആ ഭാവത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും നമ്മൾ ക്രിസ്ത്യാനിയാന്ന്, കർത്താവിന്റെ ശിഷ്യനാ, പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. പ്രിയമുള്ളവരെ, ആ കുരുടനായ മനുഷ്യൻ അവൻ ആരോരുമില്ലാത്തവനായിട്ട് ആ വഴിയോരത്തിരിക്കുക. അവനെ വിധിക്കാനാളുണ്ടായിരുന്നു. ഇവൻ ജന്മനാ കുരുടനാ, ഇവന്റെ അപ്പൻ ചെയ്ത കുഴപ്പം കൊണ്ടോ അല്ലെ ഇവന്റെ പാരമ്പര്യം കൊണ്ടോ ഇവനിങ്ങനെ ആയിപ്പോ എന്നൊക്കെ അവന്റെ വിധി പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷെ അവനൊരു കൈത്താങ്ങൽ കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ കർത്താവ് അവനെ തിരക്കി അവിടെ ചെല്ലുകയാണ്. നമുക്കറിയാം, ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ, ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യനെ തിരക്കി ആ കടവ് കടന്ന് ആ ഭയങ്കരമായിട്ടുള്ള കാറ്റും കോളും ഒക്കെ നിറഞ്ഞ് ആ നദി കടന്ന് ആ തടാകം കടന്ന് കർത്താവ് ആ മനുഷ്യനെ തേടി ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തില് കർത്താവ് നമ്മളെ തേടി വന്ന് കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യന് ഇത്രമാത്രം വലിയ, നമുക്കറിയാം കാഴ്ചയില്ലാത്തവർക്ക് ഭയങ്കര കേൾവിയാണ്. കേൾവിയും മറ്റ് കാര്യങ്ങൾക്ക് കൂടുതൽ കഴിവുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ കർത്താവിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇവന് മനസ്സിലായില്ലെന്നുള്ളത്, വീണ്ടും കർത്താവ് സംസാരിക്കുമ്പോൾ ഇവന് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇത് തന്നെയാണ്, കർത്താവിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചിട്ട് കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയാനോ കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികൾ തിരിച്ചറിയാനോ ഒന്നും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. കർത്താവിന്റെ വിളി പോലും കേൾക്കുന്നതിന്, അല്ല ദൈവഹിതം എന്താണെന്ന് അറിയുന്നതിന് പോലും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പൗലോസിന്റെ പ്രാർത്ഥനയാണല്ലോ, ദൈവഹിതത്തിന്റെ പരിചാരത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടി കർത്താവദാസൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഉപവാസം കൊടുക്കും, അത് കിട്ടാനായിട്ട്. അതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്, അതല്ല. യോബ് പറഞ്ഞ എല്ലാം എന്റെ നഷ്ടപ്പെട്ടാലും ഞാൻ ദേഹരഹിതനായി അവനെ കാണും. സാധനങ്ങൾ കിട്ടുന്നതോ സ്ഥാനം കിട്ടുന്നതോ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കിട്ടുന്നതോ അല്ല ദൈവസ്നേഹം. ആ സ്നേഹത്തിൽ കർത്താവ് നമ്മെ സ്നേഹിച്ച പോലെ, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ച പോലെ, ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ കർത്താവിന്റെ ദാസൻ ഇതെല്ലാം പഠിച്ചു പറഞ്ഞതല്ല, തന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിലൂടെ ആണല്ലോ ഇതെല്ലാം പറഞ്ഞത്. കർത്താവിന്റെ ദാസനെ കർത്താവ് വിളിച്ച് ഈ വേലയിൽ ആക്കിയിരിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഹായിക്കട്ടെ. ഇന്ന് ഈ ഷിക്കാഗോ പ്രളയിൽ വരികയും നമ്മോടൊപ്പം ഇത്രയും സമയം ആയിരിക്കുകയും ചെയ്തല്ലോ. പലവിധ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകുമെന്ന് അങ്ങനെ ഒരു വാറന്റി ഒന്നും കർത്താവ് തന്നിട്ടില്ല. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നമുക്കറിയാം. പൗലോസ് പറയുന്നത് എന്തോ, അസാധാരണമായിട്ടുള്ള കഷ്ടങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ആ കഷ്ടത്തിൽ എന്റെ കൃപ നിനക്ക് മതി എന്നാഴമായിട്ടുള്ള വലിയൊരു ശബ്ദം ദിനംതോറും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസൻ പലവിധ ബന്ധപ്പാടുകളിൽ രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഒക്കെ പോവുകയാണ്. എന്നാൽ
കർത്താവ് തന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്തോടുകൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നു. കർത്താവ് ആ കുടുംബത്തെ ധാരാളമായിട്ട് ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് തുടർന്നും കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന് വേണ്ടി ദയവായിട്ട് നിങ്ങളുടെ പേഴ്സണൽ പ്രയറിലും കർത്താവിന്റെ ദാസന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.